നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ എത്തിക്കുന്നത് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ്. ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലെ സജീവ സാന്നിധ്യമായി മാറിയത് ടീം വെൽഫെയറിന്റെ വനിതാ വളണ്ടിയർമാരാണ്. ദിവസങ്ങൾ കഴിഞ്ഞ് ലഭിച്ച മൃതദേഹങ്ങൾ മോർച്ചറിയിൽ കഴുകി പരിപാലിക്കുന്നതും പോലീസിന് വേണ്ട ഇൻക്വസ്റ്റ് നടപടികളടക്കം സഹായിക്കുന്നതും ടീം വെൽഫെയറിന്റെ വനിതാ വളണ്ടിയേഴ്സാണ്. ഫൈസ കരുവാരക്കുണ്ട്, ഫസ്ന മിയാൻ, റജീന ഇരുമ്പിളിയം, ഹസീന വഹാബ, സെലീന അന്നാര എന്നിവർ വനിതാ സംഘടനത്തിന് നേതൃത്വം നൽകിയത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ അതിദയനീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതു മനുഷ്യന്റെയും കരളലിയിപ്പിക്കുന്ന വിധം 100-100-100-ലധികം ബോഡികളാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി കൈകാര്യം ചെയ്തത്. ഓരോ ബോഡികളും മുഴുവനായിട്ടുള്ള ബോഡി ആകെ 3 എണ്ണമാണ് നമ്മുടെ കണ്ണിൽ കണ്ടത്. ബാക്കിയുള്ളത് മുഴുവൻ ബോഡി പാർട്സുകളാണ് വന്നിരുന്നത്. ആ പാർട്സുകൾ തന്നെ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്യന്തം ദയനീയമായി സാധാരണ മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തത്രയും ദാരുണമായിരുന്നു അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ മടിച്ചു നിൽക്കാൻ, ബോഡി ആംബുലൻസിൽ നിന്ന് ഇറക്കി ഇൻക്വസ്റ്റ് ചെയ്യാൻ വരെ പൊതിഞ്ഞു കിടക്കുന്ന ബോഡി കൊണ്ടുവരാൻ അവർ റെഡിയാണ്. പക്ഷെ ആ ബോഡി തുറന്ന് പോലീസുകാരെ ഇൻക്വസ്റ്റ് ചെയ്ത് സഹായിക്കാൻ ഒരുവിധപ്പെട്ട ആളുകളൊന്നും തയ്യാറാകാതിരുന്നിടത്താണ് ടീം വെൽഫെയറിന്റെ വനിതാ പ്രവർത്തകർ ഇന്നലെ ആ ദൗത്യം ഏറ്റെടുത്തത്. ഇന്നലെ രാത്രി 9 മണി വരെ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ബോഡി പാർട്സുകൾ വന്നുകൊണ്ടേയിരിക്കുകയും അത് അവർ വളരെ സമർത്ഥമായി, യാതൊരു മടിയും മറപ്പും വേദനയും കൂടാതെ വളരെ ക്ലിയർ ആയിക്കൊണ്ട് പോലീസിനെ സഹായിച്ചുകൊണ്ട് അവർ ആ ദൗത്യത്തിൽ വളരെ വിജയകരമായി പിന്നിടുകയായിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ നേരം വെളുത്ത് ഈ സമയത്തിനുള്ളിൽ 6 ഇതുപോലെ ഫുൾ ബോഡി അല്ലാത്ത 6 ബോഡികളാണ് വന്നത്. അതും ആൺ പെൺ ഭേദമല്ലാതെ അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ അതിന് ചെയ്യേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായും വൃത്തിയായും നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിധം മാക്സിമത്തിൽ വൃത്തിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇൻക്വസ്റ്റ് കഴിഞ്ഞ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് മോർച്ചറിയിലേക്ക് സ്ട്രക്ചറിൽ ഇന്നലെ കൊണ്ടുപോയതും ഈ ധീരരായ വനിതാ പ്രവർത്തകർ തന്നെയായിരുന്നു. അതിനുശേഷം മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബോഡി തിരിച്ചു കൊണ്ടുവരികയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ ബോഡി ക്ലീൻ ചെയ്ത് വൃത്തിയായി വസ്ത്രം ധരിപ്പിച്ച് തിരിച്ച് സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിന് വരെയുള്ള എല്ലാ കർമ്മങ്ങളും ടീം വെൽഫെയർ വനിതാ വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെയും ഇന്നുമായി നടന്നത്. 3ാം ദിനവും ടീം വെൽഫെയർ വളണ്ടിയർമാർ മൃതദേഹം കണ്ടെത്തുന്ന തിരച്ചിലിൽ സജീവമായ പങ്കാളിത്തം വഹിച്ചു. 183 വളണ്ടിയർമാരാണ് പോത്തുകല്ലിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. 4 ആംബുലൻസുകൾ മുഴുവൻ സമയവും സർവീസ് നടത്തി. കിലോമീറ്ററുകളോളം ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തി എത്തിയത്. പോത്തുകല്ലിലും നിലമ്പൂരിലും സർവീസ് സെന്റർ തുറന്നു പ്രവർത്തിച്ചാണ് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചത്. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ്, ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ, മുനീബ് കാരക്കുന്ന്, ആരിഫ് ചുണ്ടയിൽ, ഷാക്കിർ മോങ്ങം, CM അസീസ്, മുജീബ് വള്ളോമ്പ്രം, ഹാരിസ് പടപ്പറമ്പ, മജീദ് ചാലിയാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, നിലമ്പൂർ.